Hello, my dear students. Welcome back to the sixth session of Marketing Management. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ മോഡേൺ ബിസിനസ്സിലെ റോൾ എന്താണ്. നമ്മുടെ മോഡേൺ ബിസിനസ്സിൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് വഹിക്കുന്നത്. ഇവിടെ നമുക്ക് മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരു ബ്രാൻഡിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മാർക്കറ്റിൽ ഇലുമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രകാശിപ്പിക്കാനായിട്ട് പറ്റില്ല. ഓർഗനൈസേഷൻസിന് മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരു നിലനിൽപ്പില്ല. വിത്തൗട്ട് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ ഇസ് ലൈഫ്ലെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മാർക്കറ്റിംഗ് നമ്മുടെ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഗോളിൻ്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ചാനലാണ് ഏതൊരു ഓർഗനൈസേഷനും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഏതൊരു ബിസിനസ് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് മാർക്കറ്റിംഗ് ആണ് പ്രോഫിറ്റബിലിറ്റിയും സെയിൽസും എല്ലാം ഉണ്ടാക്കി തരുന്നത്. അപ്പം എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ മോഡേൺ ബിസിനസ്സിനെ മാർക്കറ്റിംഗ് സഹായിക്കുന്നു എന്നുള്ളത് ഒരു പോയിൻറ്റ്സ് ആയിട്ട് നോക്കാം. ആദ്യം മീറ്റ് കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാർക്കറ്റിങ്ങിൽ നമ്മളുടെ കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിലേറ്റവും ബേസ് ആയിട്ടുള്ള കൺസെപ്റ്റ് കസ്റ്റമേഴ്സാണ്, ടാർഗറ്റ് കസ്റ്റമേഴ്സാണ്. ആ ടാർഗറ്റ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യിച്ചിട്ടാണ് ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ മാർക്കറ്റിംഗ് ചെയ്യുന്നതും ഇതുതന്നെയാണ്. ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, എന്നിട്ട് ആ ടാർഗറ്റ് കസ്റ്റമേഴ്സിൻ്റെ ഒരു പർട്ടിക്കുലർ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക. പിന്നെ സെക്കൻഡ് വൺ റവന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ജനറേറ്റ്സ് റവന്യൂ. നമ്മൾ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിനെ വാങ്ങിക്കുന്നു, അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിന് വേണ്ടി അത് യൂട്ടിലൈസ് ചെയ്യുന്നു, ആ കസ്റ്റമേഴ്സ് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ് മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഓരോ ബിസിനസ്സിനെയും സർവൈവ് ചെയ്യാനും ഗ്രോ ചെയ്യാനും മാർക്കറ്റിംഗ് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ എൻഷ്യൂർസ് സർവൈവൽ, ഗ്രോത്ത് ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ബിസിനസ്. ഓരോ തവണയും നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിൽ വേരിയേഷൻസ് വരുമ്പോൾ ആ വേരിയേഷൻസ് അനുസരിച്ച് പ്രോഡക്റ്റിലും വേരിയേഷൻസ് കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻ അത് ഗ്രോ ചെയ്യുന്നു, ബിസിനസ് ഗ്രോ ചെയ്യുന്നു, ബിസിനസ് സർവൈവ് ചെയ്യുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനെ അവരുടെ എക്സ്പെക്റ്റേഷന് ബിയോണ്ട് ആയിട്ടാണ് മാർക്കറ്റിംഗ് അവരെ എന്ത് ചെയ്യുന്നത്, സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത്. കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അവരുമായിട്ട് നല്ല ലോങ് ടേം റിലേഷൻഷിപ്പ് നമ്മുടെ മാർക്കറ്റിംഗ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബിസിനസ് സർവൈവ് ചെയ്യുന്നതും ഗ്രോ ചെയ്യുന്നതും. ഓക്കെ, സോ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇമേജ് അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഷേപ്പ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഈ പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇത് അതുപോലെ എല്ലാം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. നമ്മൾ മാർക്കറ്റിങ്ങിലാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിംഗ് തുടങ്ങി എന്നിട്ടാണ് ബിസിനസ്സിൻ്റെ ബാക്കിയുള്ള എല്ലാ റിസോഴ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ഫൗണ്ടേഷൻ മാർക്കറ്റിംഗ് ആണ്. ടാർഗറ്റ് കസ്റ്റമറിനെ കണ്ടെത്തി അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തു, അതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ബാക്കി എല്ലാ റിസോഴ്സുകളും നമ്മൾ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ, ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എല്ലാം നമ്മൾ അതിന് ശേഷമാണ് ഫോം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് എന്താണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് മാറുന്നു. പിന്നെ നമ്മളുടെ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് അല്ലേ. മാസ് കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ അഡ്വർടൈസിങ്, അതായത് നമ്മളുടെ പ്രിൻറ്റ് മീഡിയ, ഓഡിയോ വിഷ്വൽ മീഡിയയിലെല്ലാം നടത്തുന്ന മൊത്തത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ അല്ലേ. നമ്മൾ സെയിൽസ് നടത്തുന്ന സ്ഥലങ്ങളിൽ കുറേ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഡാംഗ്ലേഴ്സ്, നോട്ടീസ്, പോസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, ഇവൻറ്റ് മാർക്കറ്റിംഗ്, എന്തെങ്കിലും ഇവൻറ്റ്സ് അല്ലേ, എക്സിബിഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പബ്ലിക് റിലേഷൻസ് ടു അപ്പോൾ പബ്ലിക്സിൽ നമ്മൾ പോയിട്ട് ഇൻട്രാക്ട് ചെയ്യുക കസ്റ്റമേഴ്സായിട്ട്, അതൊക്കെ പബ്ലിക് റിലേഷനാണ്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ മാസ് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ പറയുന്ന പ്രോഡക്റ്റ് വാറ് നമ്മൾ വൈഡിയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ മാർക്കറ്റിൽ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവെയർനെസ്സും അതിൻ്റെ യൂസേജൊക്കെ നമ്മൾ കൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പബ്ലിക്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നു. അതിലൂടെ നമ്മളുടെ മാർക്കറ്റ് വൈഡൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അതും മാർക്കറ്റിംഗ് സഹായിക്കുന്നു. പിന്നെ ക്രിയേറ്റ് യൂട്ടിലിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പല രീതിയിലുള്ള യൂട്ടിലിറ്റീസ് മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണ്.
പ്ലേസ് യൂട്ടിലിറ്റി, ടൈം യൂട്ടിലിറ്റി, പൊസഷൻ യൂട്ടിലിറ്റി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് യൂട്ടിലിറ്റീസ് നമ്മുടെ മാർക്കറ്റിംഗ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ മാർക്കറ്റിംഗ് ഒരുപാട് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിമാൻഡ് മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതും പലതരത്തിലുള്ള ഡിമാൻഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ഡിമാൻഡ്സ് ക്രിയേറ്റ് ചെയ്യും. നെഗറ്റീവ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഡിമാൻഡ് കുറയ്ക്കുകയാണ്. അതായത് ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ പ്രോഡക്ട്സ് ഒരു 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 പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഒരു പർട്ടിക്കുലർ വെറൈറ്റി പ്രോഡക്റ്റ് കുറയ്ക്കാനായിട്ട് വിചാരിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനി എന്ത് ചെയ്യും? അതിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കുറയ്ക്കും, അതിൻ്റെ സെയിൽ ആക്ടിവിറ്റി കുറയ്ക്കും, അതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കുറയ്ക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുക. അത് നെഗറ്റീവ് ഡിമാൻഡ് അല്ലേ? അപ്പം അതുപോലെ തീരെ ഡിമാൻഡ് ഇല്ലാത്ത ഒരവസ്ഥ, ലാറ്റൻ ഡിമാൻഡ്, പിന്നീട് ഉണ്ടാവുന്ന ഡിമാൻഡ്, ഡിക്ലൈനിങ് ഡിമാൻഡ്, വൺ ബൈ വൺ കുറഞ്ഞു വരുന്ന ഡിമാൻഡ്, ഇറഗുലർ ഡിമാൻഡ്, ഫുൾ ഡിമാൻഡ്, ഓവർ ഫുൾ ഡിമാൻഡ്, അങ്ങനെ പല വെറൈറ്റി ഓഫ് ഡിമാൻഡ്സ് എല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽപ്പ് ഫേസ് കോമ്പറ്റീഷൻ. നമ്മുടെ മാർക്കറ്റിൽ നമ്മളെപ്പോലെ തന്നെ സിമിലർ പ്രോഡക്റ്റ്സ് ആയിട്ട് വേറെയും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പം ഈ ഒരു മാർക്കറ്റിൽ നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി പലരും ഈ നമ്മളുടെ പോലത്തെ തന്നെ വേറെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ഷെയറേ കിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ഷെയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരേ ടൂത്ത് പേസ്റ്റ് അല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ കോൾഗേറ്റ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, പെപ്സോഡൻറ്റ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, ക്ലോസപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഇല്ലേ? അങ്ങനെ പല ഡിഫറെൻറ്റ് പേസ്റ്റുകൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കോൾഗേറ്റ് എന്നുള്ള പേസ്റ്റ് യൂസ് ചെയ്യുന്നവർക്ക് ആ ടോട്ടൽ മാർക്കറ്റിൽ കോൾഗേറ്റ് പേസ്റ്റ് മാത്രം യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എത്രയാണോ അതാണ് ആ മാർക്കറ്റിൽ, ആ ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിൽ കോൾഗേറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും ഷെയർസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഷെയർ നമ്മൾ ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് വളരെ എഫിഷ്യൻ്റായിട്ട് ഇഫക്റ്റീവായിട്ട് ചെയ്ത് നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക, അല്ലേ? നമുക്ക് മൊത്തം മാർക്കറ്റ് പിടിച്ചെടുക്കാനായിട്ട് പറ്റില്ല, അതിൽ മെജോറിറ്റി പിടിച്ചെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ്. മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അതിനെ മാർക്കറ്റിംഗ് ഫിലോസഫി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷൻ എന്നൊക്കെ പറയും. ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഫിലോസഫി അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓർ തിങ്കിങ് ഓർ ഐഡിയ റിലേറ്റഡ് ടു മാർക്കറ്റിംഗ്, അങ്ങനെയാണ് വരുന്നത്. അതായത് ഇപ്പം നമ്മൾ ഓരോ കമ്പനീസും, ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മളുടെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ മോഡേൺ ബിസിനസ്സിൽ നമ്മൾ ആദ്യം കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യണം, അതാണ് മാർക്കറ്റിംഗ് പറയുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കസ്റ്റമറെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇഷ്ടം പോലെ സാറ്റിസ്ഫൈ ചെയ്യാം. അത് നമ്മളുടെ ഉചിതമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, നമ്മളുടേതായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, നമ്മളുടേതായിട്ടുള്ളൊരു തോട്ടാണ്, നമ്മളുടേതായിട്ടുള്ളൊരു ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കസ്റ്റമേഴ്സിനെ, ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ ഫോം ചെയ്യാം, അവരുടെ പർട്ടിക്കുലർ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഫോം ചെയ്തിട്ടുള്ള കൺസെപ്റ്റ്സ്, ഫിലോസഫീസ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻസ് ഇതെല്ലാം ശരിയാണ്. ഒരാൾ ചെയ്യുന്നത് മാത്രമേ ശരിയുള്ളൂ, മറ്റാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ബേസ് എല്ലാത്തിൻ്റെ സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് എല്ലാം തന്നെ ശരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുവിധം എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കൺസെപ്റ്റ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് എന്ന് വെച്ചാൽ ചിലർ ഫോം ചെയ്തിട്ടുള്ള തത്വങ്ങൾ, ചിലർ ഫോം ചെയ്തിട്ടുള്ള ബിലീവ്സ്, ചിലർ ഫോം ചെയ്തിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ്. അവർ ആ ബിലീവ്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ്, ആ ഫിലോസഫി കൊണ്ട് അവരുടെ മാർക്കറ്റിംഗ് എഫേർട്ട് ഫോം ചെയ്തിട്ടുണ്ട്, അതിലവർ സക്സസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ അതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് നമ്മുടെ ഈ പറയുന്ന പ്രപഞ്ചം പോലെയാണ്. അത് ഒരു ദിവസത്തെ ഉണ്ടായതല്ല, അത് പതുക്കെ ഇവോൾവ് ചെയ്ത് വന്നതാണ്. ഓക്കെ, ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള ജേണികളിലൂടെ പാസ് ചെയ്തിട്ടാണ് ഈ ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് വന്നിട്ടുള്ളത്. അത് ഗ്രാജുവലായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് വന്നേക്കണത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ്? ഓക്കെ, അങ്ങനെ മാർക്കറ്റിങ്ങിൽ ആദ്യം വന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്
പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫിലോസഫി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്നറിയും. 1869 തൊട്ട് 1900 വരെയുള്ള സ്റ്റേജിലാണ്, ആ ഒരു പീരീഡിലാണ് ഈ ഒരു കൺസെപ്റ്റ് ഫോം ചെയ്തത്. അന്ന് പ്രാധാന്യം കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ദാറ്റ് മീൻസ് അന്നൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്താണ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് വിൽക്കുക. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആവശ്യമില്ല. കസ്റ്റമേഴ്സ് അത്ര കോൺഷ്യസ് ആയിരുന്നില്ല. കസ്റ്റമർ എന്ത് ചെയ്യുന്നു, അത് കിട്ടുന്നു, അത് വാങ്ങിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അന്നൊക്കെ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കസ്റ്റമേഴ്സ് ഇപ്പം കുളിക്കാനുള്ള സോപ്പ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. കടയിൽ എന്താ സോപ്പ് അവൈലബിൾ, ആ സോപ്പ് വാങ്ങിക്കുന്നു. ഓക്കെ, കടയിൽ എന്താണ് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് മാത്രമേ കടയിൽ ഉണ്ടാവുള്ളായിരിക്കും, അത് തന്നെ എല്ലാവരും വാങ്ങിക്കുന്നത് അല്ലേ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും ഈവൻ നമ്മളുടെ ബാത്തിങ് സോപ്പ്, നമ്മുടെ ടോയ്ലറ്റ് സോപ്പ് വരെ നമുക്ക് ബ്രാൻഡ് ഉണ്ട് അല്ലേ. ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് സോപ്പിന് ബ്രാൻഡ് ഉണ്ട്, അത് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. സോപ്പ് മീൻസ് ബേസിക് കമോഡിറ്റി, അത് മാത്രമാണ്. അതുപോലെ ടൂത്ത് പേസ്റ്റ് ഒരു ബേസിക് കമോഡിറ്റി, കടയിൽ എന്താണ് ടൂത്ത് പേസ്റ്റ് കിട്ടുന്നത് അത് ഉപയോഗിക്കുക, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ കൺസെപ്റ്റാണ് ഇപ്പോൾ പറയുന്നത്. കൺസ്യൂമേഴ്സ് പ്രിഫർ ദ ഗുഡ്സ് വിച്ച് ആർ ഈസിലി അവൈലബിൾ അറ്റ് ലോവർ പ്രൈസസ്. അതിൽ ഇതാണ്, ലോവർ പ്രൈസിൽ ഈസിലി കിട്ടുന്ന എന്താണോ അതങ്ങ് വാങ്ങിക്കുക. ഇത് ചീപ്പാണ്, അതങ്ങ് വാങ്ങിക്കുക. അതിൻ്റെ ബ്രാൻഡോ എന്താ ഒന്നും നോക്കില്ല. ഓക്കെ, അതൊരു ബേസിക് കമോഡിറ്റി ആണോ, ഫൈൻ. അതിനൊരു കളറുണ്ട്, അതിനൊരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്, അതിനൊരു പർട്ടിക്കുലർ സ്മെല്ലുണ്ട്, ഓക്കെ ഫൈൻ. സോപ്പാണ് അല്ലേ, ആ സോപ്പിനൊരു കളറുണ്ടാവണം, ഒരു സ്മെല്ലുണ്ടാവണം, പ്രൈസ് ചീപ്പായിരിക്കണം, അത്രേ നോക്കുന്നുള്ളൂ, ബ്രാൻഡൊന്നും നോക്കുന്നില്ല. അപ്പോൾ ചീപ്പ് പ്രൈസിൽ കിട്ടുന്ന പ്രോഡക്റ്റ് അത് ഏതായാലും വാങ്ങിക്കാനുള്ള പ്രവണതയായിരുന്നു ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് കാലഘട്ടത്ത്. കൺസ്യൂമേഴ്സ് അത്രയും കോൺഷ്യസ് ആയിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാർജ് ക്വാണ്ടിറ്റിയിലായിരുന്നു. ഓക്കെ, ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൈസ് കുറച്ചുകൊണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഹെൻറി ഫോർഡിൻ്റെ എക്സാമ്പിൾ. അത് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു 1 കളർ മോഡൽ ടി എന്നുള്ള കാറ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ബ്ലാക്ക് കളർ മോഡൽ ടി കാർ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിനിമം കോസ്റ്റിൽ. അപ്പോൾ അദ്ദേഹം ആ മോഡൽ ടി കാറിനെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് ഇതെങ്ങനെയാണ്, നിങ്ങൾ എന്ത് കളർ കാറ് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ, ആ കളർ ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം ആ ബ്ലാക്കിനെ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സിന് വേറെ ചോയ്സ് ഇല്ല, ഒരെണ്ണേ അവൈലബിൾ. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു സോപ്പേ അവൈലബിൾ, അപ്പോൾ അത് തന്നെ വാങ്ങിക്കുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫിലോസഫി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് നമുക്ക് ഈ കാലഘട്ടത്ത് വലിയ കാര്യമായിട്ട് എന്താവില്ല, യൂസ് ആവില്ല. എങ്കിലും ചില സ്ഥലങ്ങളത് യൂസ് ചെയ്യുന്നുണ്ട്, അതൊരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് സ്റ്റേജിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് ക്യാൻ ബി പ്രൊഡ്യൂസ്, ക്യാൻ ബി സോൾഡ്, എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം, അത് സെയിൽ ചെയ്യാം, അങ്ങനെയായിരുന്നു. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഓഫ് മാനേജ്മെൻറ്റ് എന്തായിരുന്നു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് കുറവ് പ്രൈസിൽ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ്. പിന്നെ ദ ഫേം ഷുഡ് പ്രൊഡ്യൂസ് ഓൺലി സർട്ടൻ ബേസിക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സോപ്പിനൊരു കളർ ഉണ്ടാവണം, ഒരു ഷേപ്പ് ഉണ്ടാവണം, ഒരു സ്മെല്ല് ഉണ്ടാവണം, അത് പൊഴിഞ്ഞിരിക്കണം, ദാറ്റ്സ് ഓൾ. ആ ബേസിക് ആയിട്ടുള്ള രീതിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഒരുപാട് ആലങ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിന് വേണ്ട, പാക്കേജിലൊരു ഡിസൈനൊന്നും വേണ്ട. ഓക്കെ, ലോ കോസ്റ്റ് പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്തിരുന്നു. പൈസ കുറവ് എത്രയാണെന്ന് വെച്ചാൽ അത് പ്രിഫർ ചെയ്യുക. എപ്പോഴും ഏറ്റവും കുറവ് പ്രൈസിൽ കിട്ടണതായിരുന്നു അവർ പ്രിഫർ ചെയ്തിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ പ്രൊഡക്ഷനാണ് ഒരു പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നത് അന്നത്തെ. കാരണം കോസ്റ്റ് കുറച്ചുകൊണ്ട് ലോ പ്രൈസിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, സോ അതൊരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ കാണിക്കുന്നുണ്ട്. ലോ കോസ്റ്റിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അതിനെ മാസ്സായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സെയിൽ അങ്ങനെ നടത്തുക. ഇതാണ് പ്രോഡക്റ്റ് ഓറിയൻറ്റേഷൻ. ഓക്കെ.